പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. അതൊന്ന് ലൈറ്റായി ചൂടാക്കി എടുക്കുക. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് തരികളില്ലാതെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് ശർക്കരയിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായി അലിയിച്ചെടുത്തു. അതിനുശേഷം ഒന്ന് അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ടുമുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ശർക്കരപ്പാനി ഒന്ന് വറ്റി ഡ്രൈ ആയി വരുമ്പോൾ വീണ്ടും കുറച്ച് ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് ഒരു 3-4 പ്രാവശ്യമായി റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റത്തെ തവണ ശർക്കരപ്പാനി ഒഴിക്കുന്നതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാവ് വറ്റിച്ചെടുത്ത ശേഷം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ലൈറ്റായി ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്